ജീവിതം എപ്പോഴും പ്രേമസുരഭിലമായിരിക്കുമോ? ഇടയ്ക്കൊക്കെ അത് കരിഞ്ഞും തളർത്തും താളം തെറ്റിയും പാളം തെറ്റിയൊക്കെ ഓടിക്കൊണ്ടിരിക്കുമല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ വീടും. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ചിലപ്പോൾ അതുമെല്ലാം താളം തെറ്റി കിടക്കും. അങ്ങനെ കുറച്ച് നാളുകളായി താളം തെറ്റിയ എൻ്റെ പാൻട്രി പതുക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. ഇതിപ്പോൾ കുറച്ചൊരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു അലങ്കോലപ്പെടുത്തലുണ്ട്. എല്ലാം വലിച്ചു വാരി വെളിയിലേക്ക് ഇട്ടിട്ടാണ് വൃത്തിയാക്കൽ. നല്ല ജോലിയുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് എത്തി നോക്കിയിട്ട് ഒരു 3-4 മാസമായി. എക്സ്പയറായ സാധനങ്ങളും ഷെൽഫ് തെറ്റിയിരിക്കുന്ന കുപ്പികളും എല്ലാം തിരിച്ചു വയ്ക്കണം. ഒരു 3 മണിക്കൂർ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് എല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. റീസൈക്ലിങ്ങിനേക്കാളും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് റീയൂസ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഭംഗിയുള്ള കണ്ടെയ്നേഴ്സ് നിങ്ങൾ കാണില്ല. പകരം റീയൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് കൂടുതലുണ്ടാവുക. ഞാൻ അതിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡാണല്ലേ, എല്ലാം ഇട്ട് വയ്ക്കാൻ നമ്മൾ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് പ്രത്യേകം മേടിക്കും. എന്നാൽ പല സാധനങ്ങളും വരുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സോ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സോ റീയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ ആണെങ്കിൽ പോലും അതെല്ലാം വലിച്ചെറിഞ്ഞിട്ടോ റീസൈക്കിൾ ചെയ്യാൻ കൊടുത്തിട്ടോ നമ്മൾ കണ്ടെയ്നേഴ്സ് മേടിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതാണ്. എല്ലാവരുടെയും ഒരു എക്സ്ക്യൂസ്, അതിനെന്താ ഞാൻ ഈ കണ്ടെയ്നേഴ്സ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഞാൻ റീസൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ. റീസൈക്ലിംഗ് പോലും ഭൂമിക്കൊരു ഭാരമാണ്. അതിൽ നിന്നും വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? കഴിയാവുന്നിടത്തോളം പ്ലാസ്റ്റിക്കുകളും ഗ്ലാസ്സുകളും എല്ലാം റീയൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി കയ്യിൽ കിട്ടുന്ന അച്ചാർ കുപ്പിയും നെയ്യിൻ്റെ കുപ്പിയും ഒക്കെ കുറച്ചൊന്ന് കഴുകിയെടുത്ത് എല്ലാവരും റീയൂസ് ചെയ്യുമല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി.